ഇന്ന് കുറച്ച് പ്രോൺസ് മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓർത്ത് പ്രോൺസ് റോസ്റ്റ് ഉണ്ടാക്കാമെന്ന്. ആദ്യം തന്നെ നന്നായിട്ട് വൃത്തിയായിട്ട് കഴുകി വെച്ചിരിക്കുന്ന പ്രോൺസിലോട്ട് നമുക്ക് ഉപ്പ്, മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, പിന്നെ കുരുമുളക്, പിന്നെ ആവശ്യത്തിന് കുറച്ച് വിനാഗിരി ഒഴിച്ച് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പ്രോൺസ് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കതിലോട്ട് ആ എരിവും ഉപ്പും എല്ലാം ഒന്ന് പിടിക്കുന്നതിന് നമുക്ക് കുറച്ച് നേരത്തേക്ക് മാറ്റി വെക്കാം. ആ സമയത്ത് നമുക്കിതിനാവശ്യമുള്ള ബാക്കി സാധനങ്ങൾ റെഡിയാക്കാം. അപ്പോൾ ആദ്യമേ തന്നെ ഇതിന് ചെറിയുള്ളി നമ്മൾ ചെറുതായിട്ട് ഈ ഒരു പരുവത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതുപോലെ വേണ്ടത് സവോള നമ്മൾ ഇങ്ങനെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിനാവശ്യമുള്ളത് തക്കാളിയാണ്. തക്കാളി നമ്മൾ ചെറുതായിട്ട് ഒരു തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. ഒരു തക്കാളി ഈ പരുവത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമുക്ക് പ്രോൺസ് നമ്മൾ അവിടെ മസാല എല്ലാം പുരട്ടി വെച്ചിരിക്കുന്ന പ്രോൺസ് വറുക്കാനിടാം. ചൂടായ എണ്ണയിലോട്ട് നമുക്ക് പ്രോൺസ് വറുക്കാനിടാം. പ്രോൺസ് നമുക്ക് ഒത്തിരി മുരിച്ചെടുക്കണ്ട, നമുക്കൊന്ന് ജസ്റ്റ് വെന്ത് ഈ ഒരു പരുവമൊക്കെ ആകുമ്പോഴത്തേക്ക് പ്രോൺസ് നമുക്ക് മാറ്റാം. ഇനി ആ പ്രോൺസ് വറുത്ത എണ്ണയിലോട്ട് നമുക്ക് തേങ്ങാക്കൊത്ത് നമുക്ക് അരിഞ്ഞ് ഇങ്ങനെ വറുക്കാനായിട്ടിടാം. തേങ്ങാക്കൊത്ത് ഓപ്ഷനിലാണ് കേട്ടോ, ഇഷ്ടമുള്ളവർക്ക് ആഡ് ചെയ്താൽ മതി. ഞങ്ങൾക്കിവിടെ എല്ലാവർക്കും ഇഷ്ടമായതുകൊണ്ട് ആഡ് ചെയ്തതേ ഉള്ളൂ. തേങ്ങാക്കൊത്ത് നമുക്ക് നന്നായിട്ട് വഴറ്റി അതൊരു ഗോൾഡൻ ബ്രൗൺ ആവുന്ന സമയത്ത് നമുക്കതങ്ങ് മാറ്റാം. ഇത്രയും ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ എനിക്കങ്ങ് വിശന്നു. അപ്പം ഞാനോർത്ത് ഉച്ചക്കത്തെ ചോറങ്ങ് കഴിച്ചേക്കാമെന്ന് ഓർത്ത് ചോറും നല്ല തൈരും പിന്നെ ബീട്രൂട്ട് പച്ചടിയും ചീരയും പിന്നെ ഈ ചെമ്മീൻ്റെ തല, അതായത് ദശയും കുറച്ച് ഭാഗമൊക്കെ ആയിട്ട് വറുത്തു. പിന്നെ നല്ല വഴുതനങ്ങ അച്ചാറും ഒക്കെ കൂട്ടി ഞാൻ ഉച്ചക്കത്തെ ചോറെല്ലാം ഉണ്ട്. പിന്നെ സമാധാനത്തോടെ ബാക്കി പ്രോൺസ് റോസ്റ്റ് വെക്കാമെന്ന് ഓർത്തു. ചോറെല്ലാം കൊണ്ട് കഴിഞ്ഞ് നമുക്കിനി ബാക്കി പ്രോൺസ് റോസ്റ്റിലോട്ട് കിടക്കാം. നമുക്ക് ആദ്യമേ തന്നെ ഒരു പാൻ എടുത്ത് അതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് പിന്നെ അരിഞ്ഞ് വെച്ചിരുന്ന ചെറിയുള്ളി നമ്മൾ വറുത്തെടുക്കുക. അത് ജസ്റ്റ് കുറച്ചൊന്ന് വറന്ന് വരുന്ന സമയത്ത് നമുക്കതിലോട്ട് സവോള, നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവോള ആഡ് ചെയ്യാം. സവോളയൊക്കെ നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അതിലോട്ട് നമുക്ക് കുറച്ച് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ സവോളയൊക്കെ ഒന്ന് വാടി അതൊന്ന് ഒരു ഗോൾഡൻ ബ്രൗൺ ആവുന്ന സമയത്ത് നമുക്കതിലോട്ട് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. അത് കഴിഞ്ഞ് ഉപ്പ് ശരിക്കും ആദ്യമേ നേരത്തെ ഇടണം. സവോള വാടുമ്പോൾ ഉപ്പിട്ടാൽ പെട്ടെന്നാവും എന്ന് പറയും. അപ്പം ഉപ്പ് നമ്മൾ ഇപ്പം ഇട്ട് അതെല്ലാം കഴിഞ്ഞൊന്ന് മിക്സ് ചെയ്ത് അതിലോട്ട് നമ്മൾ അരിഞ്ഞ് വെച്ചിരുന്ന തക്കാളി ആഡ് ചെയ്ത് നമുക്കിതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. സവോളയും തക്കാളിയൊക്കെ നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ആ സമയത്ത് നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് അരച്ച് വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ ആ പച്ചമണം മാറുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കണം. അതുപോലെ അതിലോട്ട് ആവശ്യത്തിന് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. അത് ആ എണ്ണയിൽ കിടന്ന് ഒന്ന് വഴറ്റിയെടുക്കുമ്പോഴത്തേക്ക് അതിൻ്റെ ആ പച്ചമണമൊക്കെ ഒന്ന് മാറി റെഡിയാവും. അപ്പം നമുക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട്. മല്ലിപ്പൊടി നന്നായിട്ട് വഴറ്റി കഴിഞ്ഞിട്ട് നമുക്കതിലോട്ട് ആവശ്യത്തിന് മുളക് പൊടി ഇട്ട് കൊടുക്കാം. മുളക് പൊടി ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി അത് ആ മുളക് പൊടിയും മല്ലിപ്പൊടിയും ഒക്കെ അതിൻ്റെ പച്ചമണമൊക്കെ മാറി നന്നായിട്ട് വഴണ്ട് വന്ന സമയത്ത് നമുക്കതിലോട്ട് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും കുറച്ച് കുരുമുളക് പൊടിയും ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. വെച്ചിരിക്കുന്ന സവോളയിലോട്ട് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരുന്ന തേങ്ങാക്കൊത്ത് ആഡ് ചെയ്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം.
വെച്ചിരിക്കുന്ന ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിന് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം. വിനാഗിരി ഒഴിച്ച് നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്ക് നേരത്തെ വറുത്ത് വെച്ചിരുന്ന ആ ചെമ്മീൻ നമുക്കിതിലോട്ട് എടുത്തിടാം. നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരുന്ന പ്രോൺസ് മുഴുവൻ ഇതിലോട്ടിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ പ്രോൺസ് നമുക്ക് കുറച്ച് നേരം ഒന്ന് അടച്ചു വെക്കാം. അതിൻ്റെ ആ മസാലയൊക്കെ അതിലോട്ടൊന്ന് പിടിച്ച് അതിൻ്റെ ആ ഒരു ബ്രൗൺ കളറിൽ ഇത് നല്ല വഴണ്ട് വരും. അപ്പോൾ അതുവരെ നമുക്ക് കുറച്ച് നേരം ഇതൊന്ന് അടച്ചു വെക്കാം. നമ്മുടെ പ്രോൺസ് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇഷ്ടപ്പെട്ട എല്ലാവരും ട്രൈ ചെയ്യണേ. താങ്ക് യു.